ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് നാൾ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ ഇതിന് ഷോർട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഷോർട്ട് വീഡിയോ ഒക്കെ. പക്ഷേ ലോങ് വീഡിയോ ഇടാൻ വേണ്ടി കുറച്ചധികം താമസിച്ചു. എനിവേ നമുക്ക് ആറ്റിലേക്ക് കിടക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ അമ്മൂസിനും അപ്പൂസിനും എറണാകുളത്ത് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. സാറ്റർഡേ ആണ് ഷൂട്ട്. ഞങ്ങൾ ഫ്രൈഡേ നൈറ്റ് 9:30 ട്രെയിനിൽ ഞങ്ങൾ എറണാകുളത്തേക്ക് പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞാനും അപ്പൂസും അമ്മൂസും ഹസ്ബൻഡും ഞങ്ങൾ 4 പേര് നല്ല എക്സൈറ്റഡ് ആയിരുന്നു. നാളെ എന്താ നടക്കണേ എന്നുള്ളതൊക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 9:30 ആയതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് എടുത്തിട്ടാണ് വന്നത്. ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സ്നാക്സും ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ കുറച്ച് സമയം അത് കഴിച്ചൊക്കെ ഇങ്ങനെ ഇരുന്നു. പിന്നെ ഒരു മൂവി കാണാമെന്നുള്ളൊരു പ്ലാനായിരുന്നു എൻ്റേത്. കുട്ടികൾ കളിക്കായിരുന്നു. ഹസ്ബൻഡും അങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷൊർണൂരെത്തി നെക്സ്റ്റ് ട്രെയിൻ മാറി കയറാനാണ് കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുകയാണ്. 12-12:30 കേട്ടോ എറണാകുളത്തേക്കുള്ള ട്രെയിൻ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞല്ലോ. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു. കുറേ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ട്രെയിൻ വന്നത് കേട്ടോ. വീട്ടിൽ നിന്ന് ചോറ് പൊതിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു പൊതിച്ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ 4 പേർക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വിശക്കുന്നേ സമയം അത്രയും വൈകി പിന്നെ കഴിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളത് അവിടെ ഉണ്ടായിരുന്ന പട്ടിക്ക് കൊടുത്തു കേട്ടോ. പിന്നെ ആ വേസ്റ്റ് പട്ടി കുറച്ച് കഴിച്ചിട്ട് പിന്നെ എണീറ്റ് പോയി. മറ്റപ്പുറം നിൽക്കുന്ന പട്ടിക്ക് വേണ്ടായിരുന്നു കേട്ടോ. സോ പിന്നെ ഞാനതെടുത്തിട്ട് വേസ്റ്റ് ബക്കറ്റിൽ ഇട്ടു കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോസ് എടുക്കുന്നതൊക്കെയാണ് ഈ കാണുന്നത്.
അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റൂമിലെത്തിയ ശേഷം വീഡിയോ എടുക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സ്ലീപ്പിങ് ഫേസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒന്ന് കിടന്നുറങ്ങി, വിശാലമായിട്ടൊന്ന് കിടന്നുറങ്ങി. അതിൻ്റെ ഇടയിൽ ഒന്ന് കുളിക്കുകയും ചെയ്തിട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെ മോർണിംഗ് ഞാൻ അപ്പൂസിനെ എഴുന്നേൽപ്പിച്ചു, കുളിപ്പിച്ചു. പിന്നെ ഹെയർ ഷാമ്പു ഇട്ട് വാഷ് ചെയ്യാനായിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരുടെ ഹെയറൊക്കെ ഷാമ്പു ഇട്ട് വാഷ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ, അതായത് ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരമാണ് സ്റ്റുഡിയോ കേട്ടോ, അതായത് ലൊക്കേഷൻ. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞ് നോക്കിയപ്പോൾ കുറേ സമയം, അതായത് ട്രെയിൻ പുലർച്ചെ 1:30 കേട്ടോ. അപ്പം ഞങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ വിചാരിച്ച് റൂമിൽ പോയിരിക്കണം. അപ്പോൾ മക്കൾ പറഞ്ഞു വേണ്ട അമ്മേ നമുക്ക് ബീച്ചിൽ പോവാമെന്ന്. അപ്പോൾ പിന്നെ ഒന്നും ചിന്തിച്ചില്ല, ഞാനും ഹസ്ബൻഡും നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് വെച്ച് പിടിച്ചു എന്നുള്ളതാണ് വാസ്തവം കേട്ടോ. നല്ല ചൂടായിരുന്നു, എന്നാലും കുട്ടികൾ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. സോ അവരെ ഹാപ്പി ആക്കുക എന്നുള്ളതാണല്ലോ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു, എന്താ പറയുക, ഒരു ഗിഫ്റ്റ് എന്ന് പറയാം അല്ലേ, അങ്ങനെ തന്നെ. അപ്പോൾ പിന്നെ ഞങ്ങളൊന്നും ചിന്തിച്ചില്ല, നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് വന്നു കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു, എന്നാലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സിറ്റിയാണ് കേട്ടോ എറണാകുളം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ എനിക്ക് ഒരു കുറവായി തോന്നിയത്, ഞങ്ങളന്ന് വന്ന രാത്രി ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോയിൽ കൂടും നല്ല കൊതുകടിയാണെന്നുള്ളതാണ്. ഭയങ്കരമായിട്ട് കൊതുക്. നമ്മളെ നാട്ടിലൊന്നും ഇതിൻ്റെ പകുതി പോലും കൊതുകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല കൊതുകടിയായിരുന്നു. ശരിക്കും ഓടുന്ന ഓട്ടയിൽ കൂടി ഒരു 10-15 കൊതുകൊക്കെ നമ്മൾ ഒരാളെ കടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ തട്ട് എന്നുള്ളതായിരുന്നു എൻ്റെ പരിപാടി കേട്ടോ. പിന്നെ പറയാനുള്ളത് ഭയങ്കര പൊല്യൂഷനായിരുന്നു. അത് പിന്നെ അങ്ങനെ ഒരു സിറ്റിയിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന കാര്യമാണല്ലോ. സോ നമുക്കത് അവോയ്ഡ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പോയ നല്ല അതിമനോഹരമായ കായൽ, വാവ് എന്നൊക്കെ പറയാൻ പറ്റിയ അമേസിങ് പ്ലേസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ കണ്ണിന് നല്ല കുളിർമേകുന്ന കാഴ്ചയായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ കുറച്ച് സമയം ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് ടിക്കറ്റ് എടുത്തു. പിന്നെ അതങ്ങനെ കായലൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ കുറച്ച് വീഡിയോസും റീൽസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ബീച്ചിൽ പോകാനുള്ള പ്ലാനാട്ടോ. ബീച്ചിൽ പോകണമെങ്കിൽ നമുക്ക് അവിടെ ബോട്ട് കയറി ഓപ്പോസിറ്റ് സൈഡ് പോകണം. അത് എന്താ പ്ലേസ് ഞാൻ മറന്നുപോയി. അപ്പം അങ്ങനെ പോകാനുള്ള പ്ലാനിലായിട്ടാണ് ഞങ്ങൾ. അപ്പോൾ അമ്മൂസും ഹസ്ബൻഡും കൂടി ഐസ്ക്രീം കഴിച്ചു. ഞാൻ കഴിച്ചില്ല കേട്ടോ, എനിക്ക് ഓൾറെഡി വയറ് എന്തോ പോലെ. പിന്നെ ഞാൻ മധുരം കഴിക്കുന്ന കുറച്ച് അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഈ മുഖം കണ്ടിട്ട് നിങ്ങളൊന്നും ഞെട്ടണ്ട, ഭയങ്കര, ഞാൻ പറഞ്ഞത് നല്ല ചൂടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഒന്നാമത് കുറച്ച് ടയേർഡും കൂടി ആയിട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടപ്പാച്ചിൽ, പിന്നെ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാനുള്ള ഒരു, എന്താ പറയുക, ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ ഞാൻ. കാര്യങ്ങളൊക്കെ നടക്കുമോ, എങ്ങനെ ഇരിക്കും ഷൂട്ട്, പിന്നെ അപ്പുമോൻ നമ്മൾ വിചാരിക്കുന്ന പോലെ നിന്ന് തരുകയും ചെയ്യില്ലല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടാളും നന്നായി അവരുടെ 100% കൊടുത്തു എന്നുള്ളത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവിടെ ഉണ്ടായിരുന്ന ഡയറക്ടറും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എനിവേ നമുക്ക് റിസൾട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ ഞങ്ങൾ, അതായത് ഞാൻ പറഞ്ഞല്ലോ ബോട്ട് കയറി നമ്മൾ നെക്സ്റ്റ് ഒരു പ്ലേസിലെത്തി. ബീച്ചിൻ്റെ സൈഡാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങി, സർബത്ത് വാങ്ങി കുടിച്ചു. പിന്നെ ഹസ്ബൻഡ് വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാനും കുട്ടികളും കൂടി അവിടെ ബീച്ചിൽ പോയി അങ്ങോട്ടോടി ഇങ്ങോട്ടോടി. സൂപ്പറായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടോ? പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.